കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ചെറിയ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വേദഭാഗം ചെറുതാണെങ്കിലും എഴുതിയിരിക്കുന്ന കാര്യം ഒത്തിരി വലിയ കാര്യമാണ്. ഒത്തിരി വലിയ ഒരു സത്യം ദൈവത്തിന് ദൂതന്മാർ യേശു കർത്താവിൻ്റെ ശരീരം കാണാൻ വന്ന ആ സ്ത്രീകളോട് കർത്താവിൻ്റെ ദൂതൻ പറയുകയാണ്, യേശു കർത്താവ് ഇവിടെ ഇല്ല, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ റോമ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൻ മുദ്രകളെ ഭേദിച്ചുകൊണ്ട് ആ യഹൂദ ആ മതത്തിൻ്റെ കാവലുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അവിടുത്തെ പട്ടാളക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ട്, പ്രിയമുള്ളവർ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റതാ നമ്മുടെ ധൈര്യം, നമ്മുടെ ബലം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് അത് യേശു കർത്താവിന് പറയാൻ പറ്റിയത്. യേശു കർത്താവ് ഉയർത്ത ശേഷമാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയാം, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് കല്ലറയിലില്ല. കല്ലറയിൽ കർത്താവിനെ തപ്പണ്ട, അവിടെ കർത്താവില്ല. പകരം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് ഇന്നും നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന യേശു, നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങളുടെ ആ പ്രതിസന്ധിയിലും നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന് കല്ലറയിൽ ഒതുക്കാൻ പറ്റാത്ത ആ യേശു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ കൂടെ ഉള്ളത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് നമ്മളെ ജീവിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്, നമ്മളെ കരുതേണ്ടതിന് വേണ്ടിയാണ്, കർത്താവിന് നമ്മളെ സ്വന്തം ജനമായി മാറ്റേണ്ടതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ആ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ സകലത്തെ കർത്താവ് പരാജയപ്പെടുത്തി. കർത്താവ് സകല നാമത്തിലും മേലായ നാമം യേശു കർത്താവിന് ലഭിച്ചു. ഇനി ഒരധികാരവും യേശുവിൻ്റെ മുകളിലില്ല. യേശു കർത്താവ് സകല നാമത്തിലും മേലായ നാമം യേശുവിൻ്റെതായി തീർന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയാം, ഞാൻ നിങ്ങൾ ഏറ്റുപറയുന്ന, ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന, ഞാൻ നിങ്ങൾ പിൻപറ്റുന്ന ആ യേശു കർത്താവ് അജയനാണ്. യേശു കർത്താവ് അത്ഭുതവാനാണ്. യേശു കർത്താവിനെ ആർക്കും ഒതുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും ഞാൻ നിങ്ങൾ പറയാം, യേശു കർത്താവ് നിങ്ങളുടെ ആ വിഷയത്തിൽ ഇറങ്ങി വരും. കർത്താവ് അത്ഭുതം ചെയ്യും. യേശു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാനാണ്, നമ്മളെ സഹായിക്കാനാണ്, നമ്മളെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ആ യേശു കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. യേശു കർത്താവ് മറ്റുള്ളവരെ പോലെ കല്ലറയിൽ ഇരിക്കുന്നില്ല. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ ഇന്നും നമ്മുടെ രക്ഷകനാണ്. നിങ്ങളൊരു രക്ഷ ആവശ്യമുള്ളവനാണോ? നിങ്ങൾക്കൊരു പ്രതിസന്ധിയിലാണോ നിങ്ങളായിരിക്കുന്നത്? നിങ്ങൾ ശാരീരിക രോഗത്തിലാണെങ്കിൽ, മാനസിക പ്രതിസന്ധിയിലാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ വിടുവിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ ആ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങ് മരണത്തെ തോൽപ്പിച്ച്, പാതാളത്തെ തോൽപ്പിച്ച് കർത്താവെ അങ്ങ് ഉയർത്തെഴുന്നേറ്റത് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി ജീവിക്കാൻ ഇന്ന് പകൽ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാക്കി കർത്താവ് മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഉയർപ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, ആ ഉയർപ്പിൻ്റെ എല്ലാ ശക്തിയും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പിതാവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കൂടെ ജീവിക്കാം. നമുക്കും ഉയർത്തപ്പെടാം, അനുഗ്രഹിക്കപ്പെടാം. അത്ഭുതമായി ഇന്നത്തെ ദിവസം കർത്താവ് മാറ്റട്ടെ.